വാൽപ്പാറ ടൗണിൽ വീണ്ടും പുലിയിറങ്ങി. റോഡിലൂടെ നടക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. அது லைட் வெளிச்சத்து பார்த்தோம் நடந்து போயிட்டு இருக்கு பகல் நினைச்சு ലെവിൻ കെ വിജയൻ ചേർന്ന വിവരങ്ങളുമായി. ലെവിൻ, ഇത് ജനവാസ മേഖലയിലാണല്ലോ നിലവിൽ പുലിയിറങ്ങിയിരിക്കുന്നത്. അവിടെ ജനങ്ങളൊക്കെ തീർച്ചയായും പരിഭ്രാന്തിയിലായിരിക്കും. വനംവകുപ്പ് എന്താണ് ഇതിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടുണ്ടോ? വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടോ? ശ്യാമിലി, നമുക്കറിയാം വാൽപ്പാറ, മലക്കപ്പാറ മേഖലകൾ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അന്തർ സംസ്ഥാന അതിർത്തി മേഖലയായിട്ടുള്ള ഈ മേഖലയിൽ വന്യജീവികൾ സ്വൈര്യവിഹാരം നടത്തുന്നു എന്നുള്ളത് അത്ര പുതുമയുള്ള കാര്യമല്ല. ഒട്ടേറെ മരണങ്ങൾ വന്യജീവി ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കാട്ടുപോത്തും അതോടൊപ്പം തന്നെ കാട്ടാനയും പുലിയും ഇത്തരത്തിൽ നിരവധി ജീവനുകൾ ആ കവർന്ന മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ വാൽപ്പാറ ടൗണിൽ ഈ പ്രദേശത്ത് പുലിയെ കാണുന്നത്. ഇന്ന് പുലർച്ചെ റോഡിലൂടെ നടന്നു പോകുന്ന പുലിയുടെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുവഴി എത്തിയ യാത്രക്കാർ തന്നെ പകർത്തിയതായിട്ടുള്ള ദൃശ്യങ്ങളാണ്. യാതൊരു ഭയമോ കൂസലോ ഇല്ലാതെ സ്വൈര്യവിഹാരം നടത്തുന്ന പുലിയാണ് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ നിരവധി വന്യജീവികൾ ഈ മേഖലയിലുണ്ട്. പുലികൾ അടക്കമുള്ള ക്രൂരമൃഗങ്ങളുണ്ട്. ഏതായാലും ആളുകളുടെ ജീവന് ഭീഷണി ഉയർന്നിട്ടും ഇവയെ കാര്യമായി തന്നെ നിയന്ത്രിക്കാൻ വനംവകുപ്പിനോ സർക്കാരുകൾക്കോ കഴിയുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അതിനിടയിൽ ഇടവിട്ടുകൊണ്ട് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണവും സംഭവിക്കുന്നു. എന്നിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പരാതി. ഏതായാലും ഇപ്പോൾ വീണ്ടും പുലി ജനവാസ മേഖലയിൽ ഇറങ്ങി നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.